ഹായ് ഓൾ, വെൽക്കം ടു പ്രപ്പോയ്സ് UG പ്ലസ്. പ്രപ്പോയ്സ് UG പ്ലസിലേക്ക് ഏവർക്കും സ്വാഗതം. CUET PG 2024 ആപ്ലിക്കേഷൻ പോർട്ടൽ ഓപ്പൺ ആയിട്ടുള്ള വിവരം നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അറിഞ്ഞിട്ടില്ലെങ്കിൽ അറിയുക. ഡിസംബർ 26-ന് തുറന്ന പോർട്ടൽ ജനുവരി 24, 2024 വരെ ഓപ്പൺ ആയിരിക്കും. ആ ഒരു സമയത്തിനുള്ളിൽ തന്നെ നിങ്ങൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ പ്രൊസീജിയർ എല്ലാം തന്നെ കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫൈനൽ സബ്മിറ്റ് എല്ലാം തന്നെ കൊടുക്കേണ്ടതുണ്ട്. ഒരു കാര്യം കൂടെ പ്രധാനമായിട്ടും CUET.NTA.NIC.in എന്നുള്ള പഴയ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഈ വിവരങ്ങളൊന്നും തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കില്ല. PGCUET.Samarth.ac.in എന്ന പുതിയ സൈറ്റിൽ കയറിയാൽ മാത്രമേ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാനും അതുപോലെ ഇൻഫർമേഷൻ ബുള്ളറ്റിൻ, മറ്റ് സിലബസ്, യൂണിവേഴ്സിറ്റി തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ കാണാനും മനസ്സിലാക്കാനും സാധിക്കുകയുള്ളൂ എന്ന് കൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ഒരു സെഷനിലേക്ക് കടക്കാം. ഈ ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടുന്ന വ്യത്യസ്ത ഡോക്യുമെന്റ്സ് ഉണ്ട്. CUET PGയുടെ കാര്യത്തിലും വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. അപ്ലോഡ് ചെയ്യേണ്ട ഡോക്യുമെന്റ്സ് ഉണ്ട്. പക്ഷേ ഈ വട്ടം അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ട ഡോക്യുമെന്റ്സ് വളരെ കുറച്ചാണെന്ന് പറയാം. അതായത് 2 ഡോക്യുമെന്റ്സ് ആണ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങളോട് അപ്ലോഡ് ചെയ്യാൻ പറയുന്നത് നോർമൽ ടേംസിൽ. സാധാരണ ഒരുവിധം ഭൂരിഭാഗം വരുന്ന അപ്ലിക്കൻസിനോടുമായിട്ട് 2 ഡോക്യുമെന്റ്സ് ആണ് അവർ അപ്ലോഡ് ചെയ്യാൻ പറയുന്നത്. അത് ഏതൊക്കെയാണെന്നും എന്തൊക്കെയാണ് അതിന്റെ സ്പെസിഫിക്കേഷൻസുമാണ് പറയുന്നത്. എന്ന് വെച്ച് ഈ 2 ഡോക്യുമെന്റ്സ് മാത്രം ഇപ്പോൾ റെഡിയാക്കിയാൽ മതിയോ എന്നുള്ള കാര്യത്തിന് ഒരു ക്ലാരിറ്റി തരുന്നതായിരിക്കും ഈ ഒരു ഷോർട്ട് സെഷൻ ആയതുകൊണ്ട് തന്നെ സെഷൻ കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക. അതുപോലെ ഇങ്ങനത്തെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കാതിരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒട്ടും സമയം കളയാതെ കാര്യത്തിലേക്ക് കിടക്കാം. ഏതൊക്കെയാണ് ആ 2 ഡോക്യുമെന്റ്സ്? അപ്പൊ നിങ്ങൾ അപ്ലൈ എല്ലാം ചെയ്ത് അങ്ങ് എത്തുമ്പോഴാണ് നിങ്ങളോട് ഈ 2 ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യാൻ പറയുന്നത്. ഒന്ന് സ്കാൻഡ് ഫോട്ടോഗ്രാഫ്, രണ്ടാമത്തെ സ്കാൻഡ് സിഗ്നേച്ചർ. ഈ 2 കാര്യങ്ങളെ അറ്റ് എ ടൈം നിങ്ങളോട് അപ്ലോഡ് ചെയ്യാൻ പറയുന്നുള്ള ആപ്ലിക്കേഷന്റെ ഭാഗമായിട്ട്. അപ്പൊ അതിന് കൃത്യമായുള്ള സ്പെസിഫിക്കേഷൻ പറയുന്നുണ്ട്. പലരും ഫോട്ടോ എന്ന് പറയുമ്പോൾ ചെവി കാണിക്കണോ എന്നുള്ളൊരു ചോദ്യം ചോദിക്കാറുണ്ട്. ഇവിടെ കൃത്യമായി മെൻഷൻ ചെയ്തിട്ടുണ്ട്. ദ റീസെന്റ് ഫോട്ടോഗ്രാഫ് should be either in color or black and white with 80% face without mask visible including ears against a white background എന്നാണ് പറയുന്നത്. എല്ലാ പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫും പോലെ അതിൽ പൊതുവെ ലൈറ്റ് ബാക്ക്ഗ്രൗണ്ട് എന്നാണ് പറയാറ്. ഇതിൽ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞിട്ടുണ്ടെന്ന് മാത്രം. പിന്നെ ഫോട്ടോഗ്രാഫിന്റെ 80%, അതായത് പാസ്പോർട്ട് സൈസ് ഫോട്ടോ എന്ന് തന്നെ ചിന്തിച്ചാൽ മതി. പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫിൽ തന്നെ മാസ്ക് ഉണ്ടാവാൻ പാടില്ല, ചെവികൾ വിസിബിൾ ആണെന്നുള്ളൊരു കാര്യം കൂടെ അവിടെ പ്രത്യേകം പറയുന്നുണ്ട്. ഫോട്ടോഗ്രാഫ് കളറിലായാലും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെങ്കിലും കുഴപ്പമില്ല. ഫോട്ടോഗ്രാഫിന്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത് JPG അല്ലെങ്കിൽ JPEG ആയിരിക്കണം. ഫോട്ടോഗ്രാഫ് മാത്രമല്ല, സിഗ്നേച്ചറിന്റെ ഫോർമാറ്റും സിമിലർ ഫോർമാറ്റ് ആയിരിക്കണം. വായിക്കാൻ പറ്റുന്ന പരുവത്തിലുള്ള സിഗ്നേച്ചർ, അതായത് ലെജിബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വായിക്കാൻ പറ്റണം. അത്രയും ക്ലാരിറ്റി കുറഞ്ഞ അല്ലെങ്കിൽ പിക്സൽ കുറഞ്ഞ ഇമേജസ് ഒന്നും തന്നെ അപ്ലോഡ് ചെയ്യാതിരിക്കുക. സൈസ് ഓഫ് ദി സ്കാൻ ഫോട്ടോഗ്രാഫ് കൃത്യമായി പറയുന്നുണ്ട്. 10 KB-യുടെയും 200 KB-യുടെയും ഇടയിലുള്ള ഒരു സൈസ് ആയിരിക്കണം ഫോട്ടോഗ്രാഫിന്റെ സൈസ്. സിഗ്നേച്ചറിന്റെ സൈസിലേക്ക് വരുമ്പോൾ 4 KB-യുടെയും 30 KB-യുടെയും ഇടയിലുള്ള വായിക്കാൻ പറ്റുന്ന ഒരു ഇമേജ് ആയിരിക്കണം നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. ഇനി അബദ്ധവശാൽ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യത്തെ പറ്റിയാണ് പറയുന്നത്. അല്ലാതെ പരീക്ഷ എഴുതി സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ PG പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളും തന്നെ ഫോട്ടോഗ്രാഫ് അപ്ലോഡ് ചെയ്യാൻ പറയുമ്പോൾ കൂട്ടുകാരന്റെയോ കൂട്ടുകാരിയുടെ ഫോട്ടോഗ്രാഫ് ഒന്നും തന്നെ അപ്ലോഡ് ചെയ്യാൻ പോകുന്നില്ല. പക്ഷെ സപ്പോസ് നിങ്ങൾക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിപ്പോലും മറ്റുള്ള ഒരാളുടെ ഫോട്ടോ ആയിരിക്കരുത് നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്നത്. അത്രയും ശ്രദ്ധയോടുകൂടി തന്നെ ചെയ്യാനാണ്. കാരണം ആരും അറിഞ്ഞുകൊണ്ട് മിസ്റ്റേക്ക് സബ്മിറ്റ് ചെയ്യുന്നവർ വളരെ കുറവായിരിക്കും. അപ്പം നിങ്ങൾ അറിഞ്ഞുകൊണ്ട് ചെയ്യും എന്നുള്ളതല്ല, പക്ഷെ നിങ്ങളുടെ ഫോട്ടോ തന്നെ അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങൾ കുറച്ചുകൂടെ ശ്രദ്ധിക്കണം എന്ന് മാത്രം. ഇൻ കേസ് ഇറ്റ് ഈസ് ഫൗണ്ട് അറ്റ് എനി ടൈം in the future that the candidate has used or uploaded the photograph and signature of someone else in his or her application form or admit card, or he or she has tampered എന്ന് വെച്ചാൽ നിങ്ങൾ മനഃപൂർവ്വം ചെയ്യുകയാണ്. അറിയാതെ ചെയ്താലും മനഃപൂർവ്വം ചെയ്താലും ഒക്കെ തന്നെ ഇതിനെ UFM എന്ന് പറയും, അൺഫെയർ മീൻസ് പ്രാക്ടീസസ്. ന്യായമല്ലാത്ത കാര്യങ്ങളിലൂടെ ഒരിടത്ത് കയറാൻ നോക്കുന്ന അത് ആ ഒരു അസോസിയേഷൻ അല്ലെങ്കിൽ ആ ഒരു പരീക്ഷ നടത്തുന്ന സംഘടനയ്ക്ക്, ഓർഗനൈസേഷൻ എന്ത് ചെയ്യാം, നടപടി എടുക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യേണ്ടതുണ്ട്? ആ നടപടി എടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് പരീക്ഷ എഴുതാനോ യൂണിവേഴ്സിറ്റി കയറാനോ ഒന്നും തന്നെ സാധിക്കുന്നതായിരിക്കില്ല. ഫോട്ടോഗ്രാഫും സിഗ്നേച്ചറും ചെക്ക് ചെയ്യുക. സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഫോട്ടോഗ്രാഫ് നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പ് തുറന്നു നോക്കി നിങ്ങളുടെ തന്നെയാണെന്ന് ഉറപ്പ് വരുത്തുക. സിഗ്നേച്ചർ നിങ്ങളുടെ ഒപ്പം തന്നെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അത്രയേ ഉള്ളൂ. അല്ലാതെ ഈ പറയുന്ന രീതികളിലേക്ക് എന്തെങ്കിലും കാര്യങ്ങൾ പോകേണ്ട ഒരു ആവശ്യമില്ല. ഏതായാലും അവരൊന്ന് വാൺ ചെയ്തു എന്ന് മാത്രം, അങ്ങനത്തെ ഒന്നും ഉണ്ടാവാതിരിക്കട്ടെ. ഇനി ഫോട്ടോഗ്രാഫ് ബ്ലർഡ് ഒന്നും അല്ല എന്നുള്ള ഉറപ്പ് വരുത്തുക. പറ്റുകയാണെങ്കിൽ സ്റ്റുഡിയോ തന്നെ പോയി എടുക്കാൻ ശ്രമിക്കുക. ഇനി ഫോണിൽ എടുക്കുകയാണെങ്കിൽ പോലും നിങ്ങൾ ഈ കൺവേർട്ട് എല്ലാം ചെയ്ത് വരുമ്പോൾ കൃത്യമായി കാണുമ്പോൾ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന പാകത്തിനുള്ള ഇമേജ് ആയാൽ മതി. ഒരുപാട് HD മറ്റേ ദൃശ്യമികവിന്റെ ആവശ്യമൊന്നുമില്ല. കാണുമ്പോൾ മനസ്സിലാവണം, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഈ 2 ഡോക്യുമെന്റ്സ് എന്നാണ് ഇവിടെ പറയുന്നത്. എന്തൊക്കെയാണ്? ഫോട്ടോഗ്രാഫും സിഗ്നേച്ചറും. ഇനി ഇതിന് പുറമെ എന്തൊക്കെ ആവശ്യമുണ്ട്? എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ 10ാം ക്ലാസ്സിലെ മൊത്തം ഡീറ്റെയിൽസ് ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 10ാം ക്ലാസ്സിന്റെ സർട്ടിഫിക്കറ്റ് ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്ത് തുടങ്ങുമ്പോൾ അടുത്ത് കൊണ്ടുവെക്കണം. ഈ 12ന്റെ ഫുൾ ഡീറ്റെയിൽസ് ചോദിക്കുന്നുണ്ട്. റോൾ നമ്പർ അടക്കം ചോദിക്കുന്നുണ്ട്. എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് ചോദിക്കുന്നുണ്ട്. ഏതാണ് ബോർഡ് എന്നുള്ളത് ചോദിക്കുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്യുന്നതിനായിട്ട് 12ാം ക്ലാസ്സിന്റെ ഡോക്യുമെന്റും കയ്യിലെടുത്ത് വെക്കണം. ഇനി മൂന്നാമത്തെ എന്ന് പറയുന്നത് നിങ്ങളുടെ ഡിഗ്രി 4 സെമസ്റ്ററിന്റെ ഡോക്യുമെന്റ്സ് ഉണ്ടെങ്കിൽ അതെടുത്ത് വെക്കുക. ഡിഗ്രി കഴിഞ്ഞവരാണെങ്കിൽ ആ ഡിഗ്രി കഴിഞ്ഞ സർട്ടിഫിക്കറ്റ് എടുത്ത് വെക്കുക. അതിന്റെ റോൾ നമ്പറും കാര്യങ്ങളൊക്കെ തന്നെ അപ്ലോഡ് ചെയ്യാൻ അവർ ആവശ്യപ്പെടുന്നുണ്ട്.
ഇനി ഇത് കൂടാതെ വേറെ എന്തെങ്കിലും ആവശ്യം ഉണ്ടാവും. സ്പോർട്സിൽ നിങ്ങൾ എക്സൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സ്പോർട്സിന്റെ വക സർട്ടിഫിക്കറ്റ്സ് കരുതി വെക്കുക. അതിപ്പോൾ അപ്ലോഡ് ചെയ്യാനൊന്നും തന്നെ ആരും ആവശ്യപ്പെടുന്നില്ല. ഈ പറഞ്ഞ 10th 12th ഡിഗ്രിയുടെ ഒന്നും തന്നെ സർട്ടിഫിക്കറ്റ്സ് അപ്ലോഡ് ചെയ്യാൻ ആവശ്യപ്പെടുന്നില്ലെങ്കിൽ പോലും എടുത്തു വെക്കുക. നിങ്ങൾക്ക് എന്തായാലും വെരിഫിക്കേഷൻ സമയമൊക്കെ ആകുമ്പോഴേക്കും നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആയിരിക്കും. ഇനി ഇപ്പോഴേ എടുത്തു വെക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുവെ നമ്മൾ നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് എടുത്തു വെക്കാൻ പറയാറുണ്ട്. അപ്പൊ നിങ്ങൾക്ക് പലവിധ എക്സാംസിനൊക്കെ തന്നെ അപ്ലൈ ചെയ്യാൻ ആവശ്യമുള്ള ഒരു കാര്യം തന്നെയാണ്. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ നോൺ ക്രീമി ലെയർ OBC NCL അല്ല ആവശ്യം. OBC-ക്കാരെ സംബന്ധിച്ചാണ് ഈ NCL വേണ്ടത്. സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ അല്ല, സെൻട്രൽ ഗവൺമെന്റിന്റെ OBC NCL ആണ് ആവശ്യം. അതുകൊണ്ട് തന്നെ അത് സൈൻ ചെയ്യുന്ന അതോറിറ്റി മറ്റാരുമല്ല, തഹസിൽദാർ അല്ലെങ്കിൽ അതിന് മുകളിലോട്ടുള്ള ഏതെങ്കിലും അതോറിറ്റി തന്നെ അത് ഒപ്പിടണം നിർബന്ധമാണ്. ഇനി അതിന്റെ ഫോർമാറ്റും ഇൻഫർമേഷൻ ബുള്ളറ്റിനോടൊപ്പം തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ ഫോർമാറ്റിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, സൈൻ ചെയ്ത് എടുത്തു വെക്കുക. അതും നിങ്ങൾക്ക് എന്താവും, ഇനി ചിലപ്പോൾ നിങ്ങൾക്ക് അഡ്മിഷന്റെ സമയം ആകുമ്പോഴത്തേക്ക് മാർച്ച് 31 ശേഷം ഉണ്ടാക്കിയ ഒരു ഡോക്യുമെന്റ് എല്ലാം തന്നെ ചോദിക്കാം. പക്ഷെ എന്നാലും നിങ്ങൾക്ക് ഇപ്പം ഈ ഒരു പ്രൊസീജിയറിന് പിന്നാലെ നടന്നു കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് കൃത്യമായിട്ട് അറിയാം, എത്ര ദിവസം എടുക്കും എന്നുള്ളത് കൃത്യമായിട്ട് അറിയാം. ഒരു OBC NCL ഇപ്പോഴും ഉണ്ടാക്കി വെച്ചോളൂ. ഇനി ആവശ്യമെങ്കിൽ അഡ്മിഷന്റെ സമയം ആകുമ്പോഴേക്കും നിങ്ങൾക്ക് മറ്റൊന്നും ഉണ്ടാക്കാം. മോസ്റ്റ്ലി ആവശ്യം വരില്ല എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. എങ്കിൽ പോലും ആവശ്യം വരികയാണെങ്കിൽ ഉപയോഗിക്കുന്നതിനായിട്ട് എന്ത് ചെയ്യുക, ഒരു OBC NCL സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി വെക്കുക. അതുപോലെ തന്നെ EWS-കാരാണെങ്കിൽ EWS-ന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുക. SC/ST കാറ്റഗറി വരുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ അവരുടെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് റെഡിയാക്കി വെക്കുക. പേഴ്സൺ വിത്ത് ബെഞ്ച്മാർക്ക് ഡിസബിലിറ്റി, അങ്ങനെ ഡിഫറൻറ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾ ആരെങ്കിലും എഴുതാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരവരുടെ ഡിസബിലിറ്റിയുടെ അല്ലെങ്കിൽ ഡിഫറൻറ്റ്ലി ഏബിൾഡ് ആണെന്നുള്ളതിന്റെ ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് എല്ലാം തന്നെ തയ്യാറാക്കി വെക്കുക. ഇത്രയുമാണ് സർട്ടിഫിക്കറ്റ്സിൽ ആവശ്യം. ഡോക്യുമെന്റ്സ് വേറെ ഒന്നും തന്നെ നിലവിൽ നമുക്ക് ആവശ്യമില്ല. ഇത്രയും കാര്യങ്ങൾ അവർ ചോദിക്കുന്നുള്ളൂ. പിന്നെ ഒരു വാലിഡ് ID കാർഡ് വേണമെന്ന് പറയുന്നുണ്ട്. അത് ആധാർ കാർഡോ അല്ലെങ്കിൽ പാൻ കാർഡോ അങ്ങനെ ഏതെങ്കിലും ഒന്ന് മതിയാവും. അതിന്റെ നമ്പർ എൻ്റർ ചെയ്യാനും പറയുന്നുണ്ട് രജിസ്ട്രേഷന്റെ സമയത്ത്. സോ അതിന് ആധാർ, പാൻ, ലൈസൻസ് അങ്ങനെ ഗവൺമെന്റ് അംഗീകൃത ഫോട്ടോഗ്രാഫ് ഉള്ള ID കാർഡ്സ് അവർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഏതെങ്കിലും ഒരു ID കാർഡ് കൂടെ കരുതി വെക്കുക. ഇത്രയും ഡോക്യുമെന്റ്സ് ഒക്കെ തന്നെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുഖസുന്ദരമായിട്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ പ്രൊസീജിയറുമായിട്ട് മുന്നോട്ട് പോകാവുന്നതാണ്. പ്രധാനപ്പെട്ട ഒരു കാര്യം പിന്നെ പറയാനുള്ളത്, ഞങ്ങളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വരുന്ന വീഡിയോസ് എല്ലാം തന്നെ കുറഞ്ഞ മണിക്കൂറുകൾക്ക് ശേഷം ആണെങ്കിൽ പോലും, സപ്പോസ് നിങ്ങൾക്ക് ലൈവ് മിസ്സായി പോയി നിങ്ങൾ അറിയുന്നേ ഇല്ല ഇങ്ങനെ ഒരു കാര്യം, ഇങ്ങനെ ഒരു അപ്ഡേറ്റ് വന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയായാലും വീഡിയോയുടെ ലിങ്ക് ഗ്രൂപ്പുകളിലായിട്ട് ലഭിക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ എന്തായാലും ഗ്രൂപ്പിൽ കയറുക. 19ഓളം വരുന്ന വിഷയങ്ങൾക്ക് വേണ്ട കംപ്ലീറ്റ് സപ്പോർട്ട്, ക്ലാസ്സസ് ആയും നോട്ട്സ് ആയും ടെസ്റ്റുകളായിട്ടും ഒക്കെ തന്നെ മെന്റർഷിപ്പും എല്ലാം അടങ്ങുന്ന സപ്പോർട്ട് UG+ അവൈലബിൾ ആണ്. അതിനെപ്പറ്റി കൂടുതൽ അറിയുന്നതിനായിട്ട് ഞങ്ങളുടെ അക്കാഡമിക് കൗൺസിലറുടെ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്. വിളിക്കുക, സംസാരിക്കുക, എത്രയും പെട്ടെന്ന് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. പീസ് ഔട്ട്.